ഇതിൻ്റെ എല്ലാം അവസാനം CJP നാളെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കില്ലെന്ന് ആരാ കണ്ടത്? ഇത്രയും വലിയ പ്രൊട്ടസ്റ്റിന് ഫണ്ടിങ് എവിടെ നിന്നാണ്? റീസെൻ്റ്ലി ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതായത് നമ്മുടെ സോനം വാങ്ചുക് CAA ഏജൻ്റ് ആണെന്നുള്ളത്. അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? സോ നമ്മുടെ ജന്തർ മന്ദിറിൽ നടന്നതിൻ്റെ അപ്പം നമുക്ക് ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മൾ കണ്ടു ഒരു സൈഡ് എന്തുകൊണ്ട് ആ പിള്ളേരുടെ ആ ഒരു റൈറ്റിന് വേണ്ടി അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ഗവൺമെൻറ് വരുന്നു, ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു, അവർക്കെതിരെ FIR ഇടുന്നു, കുറേ സംഭവങ്ങൾ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു സൈഡ് കണ്ടു. അവിടെ നിന്ന് വരുന്ന ക്ലിപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഭയങ്കര ആ ഒരു സംഭവം കഴിഞ്ഞ് അതിൻ്റെ കെയോസൊക്കെ കഴിഞ്ഞ് പതുക്കെ അതിൻ്റെ റെസൊല്യൂഷനൊക്കെ വന്നിട്ട് സ്മോക്ക് തീരുമ്പോഴത്തേനും പല ആംഗിളുകൾ ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ഈ NGOസിൻ്റെ കോൺട്രിബ്യൂഷൻ സംഭവങ്ങളും വൈശാഖ ഒരു സംഭവം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് ഇത്രയും 4 ലക്ഷം രൂപയുടെ അടുത്ത് എന്തോ ഫുഡ് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത്, അങ്ങനെ സംഭവങ്ങൾ വരുന്നു. അപ്പോൾ ഇതിൽ കുറേ പിന്നെ സംഗീത ഗ്രൂപ്പിൽ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മുടെ കോക്രോച്ച് പാർട്ടി അവർക്ക് എന്തെങ്കിലും ഫണ്ടിങ് സംഭവം കിട്ടിയിട്ടുണ്ടോ, അവർക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള വേറെ ഫണ്ടിങ് അല്ലെങ്കിൽ വേറെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ കൂടെ. അപ്പം അങ്ങനത്തെ കുറച്ച് ആംഗിളുകളും ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്ര സത്യാവസ്ഥ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 5 പേര് ഇരിക്കുന്നതിൽ കോക്രോച്ച് പാർട്ടിയുടെ ഇതിൽ ഒഫീഷ്യലി ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ടുള്ള സംഗീതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഓക്കെ. CJP ഞാൻ നേരത്തെ നമ്മുടെ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, CJPയും സോനം വാങ്ചു അവർ രണ്ടുപേരുടെയും മോട്ടീവ്സ് ഇതായിരുന്നു, വേറെയായിരുന്നു. പക്ഷേ അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവമായിരുന്നു നീറ്റ് എക്സാം ലീക്ക് ആവരുത്. അതായിരുന്നു അവരുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ്, രണ്ടുപേരുടെയും മാച്ച് ആവുന്നത്. അതിലും ഈവൻ സോനം വാങ്ചുക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ റെസിഗ്നേഷനും പുള്ളി ഒന്നും മേടിച്ചില്ലായിരുന്നു. പുള്ളിയുടെ ഇത് സിമ്പിളായിരുന്നു. പുള്ളിയുടെ പോയിന്റ്സ് ഇങ്ങനെയായിരുന്നു: പിള്ളേർ സൂസൈഡ് ചെയ്ത വീട്ടുകാർക്ക് 1 കോടി വെച്ച് കിട്ടണം, ഈ പിള്ളേർ പ്രൊട്ടസ്റ്റ് ചെയ്തതിൽ പോലീസുകാർ അവരൊന്നും ചെയ്യരുത്, അവരുടെ എതിരെ കേസ് ചെയ്യരുത്, ഗവൺമെൻറ് ഒരു ആക്ഷനും എടുക്കരുത്. അങ്ങനത്തെ ചുരുക്കം പോയിന്റ്സ് ആയിരുന്നു സോനം വാങ്ചുയുടെ. പക്ഷേ CJPയുടെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരു പോയിന്റ്സ്. അവർക്ക് ഇവരുടെ റെസിഗ്നേഷൻ വേണം, അമിത്ഷായുടെ റെസിഗ്നേഷൻ വേണം, മോദിയുടെ റെസിഗ്നേഷൻ വേണം. ഓരോന്നായിട്ട് അവരുടെ ലിസ്റ്റ് ഇങ്ങനെ വലിച്ചു കിട്ടി വെച്ചേക്കാം. സോ അത് രണ്ടും രണ്ടാൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ CJP എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഇനീഷ്യലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു പാർട്ടി ലോഞ്ച് ചെയ്തപ്പോൾ ഭയങ്കര വലിയൊരു ബൂമാണ് വന്നത്. ജെൻസി എല്ലാവരും കയറി ഫോളോ അടിക്കുക. നമ്മളെന്താ വീട്ടിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്ന പയ്യന്മാരാണ്, നമ്മളും ഫോളോ അടിക്കും വെച്ചാനെന്ന് പറഞ്ഞ് എല്ലാവരും കയറി വന്ന്. എനിക്ക് തോന്നുന്നു ഒറ്റ രാത്രിയും കൊണ്ട് അവർ 15 മില്യനായി, 2 ദിവസം കൊണ്ട് 23 മില്യൺ ഫോളോവേഴ്സായി. ഒരു ഇതായിരുന്നു. പിന്നെ പുള്ളി USA പുള്ളി ജോലിയൊക്കെ നിർത്തി, പുള്ളിയുടെ വിസ എന്തോ റിജക്റ്റായി ഡീപ്പോർട്ടായി പുള്ളി നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് വന്നിട്ട് പുള്ളി ഒരു മാസം എൻട്രി കാണിച്ച് പുസ്തകമൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പുസ്തകമൊക്കെ കാണിച്ച് പുള്ളി ഒരു മാസം എൻട്രി അടിച്ച് വന്നു. പക്ഷെ വന്നിട്ട് ഒരു 1-2 ദിവസം പ്രൊട്ടസ്റ്റ് ചെയ്തു, ഇവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തു, അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തു. ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആദ്യത്തെ ദിവസം 100 പേര് വന്നു, 2ാമത്തെ ദിവസം ഇത്രയും പേര് വന്നു, 3ാമത്തെ ദിവസം കർണത്തിൻ്റെ അടി കിട്ടി. അങ്ങനെ വന്ന് ആരും സപ്പോർട്ട് ചെയ്യാണ്ട് വന്നപ്പോൾ ഒരു പുതിയതായിട്ട് ഇതിലേക്ക് ഫേസ് വന്നതാണ് സോനം വാങ്ചുക്. അപ്പോൾ പുള്ളീനെ ആൾക്കാർക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു വിശ്വാസമുണ്ട്. പുള്ളി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ലഡാക്കിൽ പിള്ളേർക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഫേസ് തന്നെയാണ് പുള്ളി എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേറ്റഡ് ഒരു ആൾ പോലെയാണ്. പക്ഷേ മറ്റേ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ CJPയുടെ ഫൗണ്ടർ നമുക്കറിയത്തില്ല, 1 മാസം കൊണ്ട് വന്ന് പുള്ളി എന്താ ചെയ്യുന്നത് ആർക്കും ഒന്നും അറിയത്തില്ല. USA വന്ന് ആർക്കും ഒരു വിശ്വാസമില്ല. പക്ഷേ സോനം വാങ്ചുക്കിന് ഒരു ഫേസ് വന്നതോടെ അതിൻ്റെ ഹോൾ ഒരു വ്യൂ തന്നെ മാറി. ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. ഹങ്കർ സ്ട്രൈക്ക് പുള്ളി അനൗൺസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞതുപോലും ഇങ്ങനെയാണ്: ഞാൻ മരിക്കുന്നവരെ ഫുഡ് കഴിക്കത്തില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളി പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്ത് ആൾക്കാർ എന്താ പറയുക, പുള്ളി വെയിറ്റ് ലോസായി. പുള്ളി എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു മൂവി ഇറങ്ങിയായിരുന്നു ആടുജീവിതത്തിൻ്റെയൊക്കെ പുള്ളിയുടെ ഒരു ഇതുപോലെ ആയിപ്പോയി. പുള്ളി 10-15 ദിവസം കൊണ്ട് പുള്ളി മെലിഞ്ഞ് ചാവാറായി. പുള്ളി എണ്ണീക്കാൻ പറ്റുന്നില്ല. പുള്ളി 24 മണിക്കൂർ അവിടെ കിടക്കുക, രാത്രി പുള്ളി ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇതിലേക്ക് ആൾക്കാർ കൂടുതലും വന്ന് സപ്പോർട്ട് ചെയ്ത് സംഭവങ്ങളുണ്ടായി. ആൻഡ് ഇതിൽ പിള്ളേരുടെ ഒരു ജയം തന്നെയായിരുന്നു. പിള്ളേർക്ക് വേണ്ടി കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്ന്. പക്ഷേ സ്റ്റിൽ CJPയുടെ ഇതുവരെയും തീർന്നിട്ടില്ല. അവർക്ക് ഇനി ഇത് വേണം അത് വേണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സോനം വാങ്ചുക്കിനെ യൂസ് ചെയ്തെയാണോ ആൾക്കാർ,
എന്നൊക്കെ കുറേ ഒരു ഇതുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും പുള്ളി ലഡാക്കിലേക്ക് പുള്ളി ലഡാക്കിൽ നിന്നാണ് പുള്ളിയുടെ വീട്. പുള്ളി തിരിച്ചു പോയപ്പോൾ അവിടുത്തെ മെട്രോയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് എന്തോ ഒരു നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ല സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പുള്ളി ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റീസെൻ്റ്ലി വന്ന മോദി വീഡിയോ ഇട്ടു, ഇതൊക്കെ ചെയ്യൂ കണ്ടിന്യൂസ്ലി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായിട്ട് മോദി എല്ലാ 2 ദിവസത്തിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഓരോരോ അപ്ഡേറ്റ്. അതൊക്കെ പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ CJP അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് CJPയും സോനം വാങ്ചുക്കും തമ്മിൽ. അതാണ് ഒരു മെയിൻ ഒരു ഡിഫറൻസ് രണ്ടുപേരും. നമ്മൾ രണ്ടുപേരെയും ഇങ്ങനെ മിക്സ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് അതിൽ ചോദിക്കുന്നത് എന്താ, ഈ പ്രൊട്ടസ്റ്റ് ഫുള്ളി ഒരു സ്കാം ആയിരുന്നു, അല്ലെങ്കിൽ ഐ മീൻ സ്ക്രിപ്റ്റഡ് ആയിരുന്നു അത് എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാർ പറയുന്നത് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന ആൾ ലഡാക്കിൽ പോയതും അവിടെ ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതും ഇതൊക്കെ ആരാണ്ടൊക്കെയാണ് പറഞ്ഞിട്ടാ പുള്ളി ഒരു എന്താ പറയുക, പുള്ളി പഠിച്ചിറങ്ങി അല്ലെങ്കിൽ പുള്ളിയുടെ എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ച് നിന്ന സമയത്ത് പുള്ളിക്ക് കുറേ കണക്ഷൻസ് ഉണ്ടായിരുന്നു, ഇവിടെയല്ല പുറത്ത്. ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ ഉണ്ട്, അതായത് കുറേ പുള്ളിക്ക് CIA ഒക്കെ ആയിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ടിങ് വന്നതല്ല ഇതുപോലത്തെ NGOയിൽ നിന്നായിരുന്നു. മറ്റേ ആ ലഡാക്കിൽ ഒരു സ്കൂൾ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എന്തോ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന പോലത്തെ. സോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതെല്ലാം വന്നേക്കുന്നത് CIA എന്നും മൊസാദിൽ നിന്നൊക്കെയാണ്. ഇങ്ങനെ സീരിയസ്ലി അതിപ്പോൾ ഈ പുറത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഏതൊരു ഹയർ അതോറിറ്റി ഇരിക്കുന്ന ഒരാൾ, എനിക്ക് ആളുടെ പേര് ഞാൻ വിട്ടുപോയി, പക്ഷെ ആൾ വന്ന് പറഞ്ഞാ പുള്ളിയുടെ ഇതുപോലത്തെ കുറെ പാസ്റ്റ് ഉണ്ട് പുള്ളിക്ക്. ഫോർഡ് ഫൗണ്ടേഷൻ അത് തന്നെ ഫോർഡ് ഫൗണ്ടേഷൻ. സോ അപ്പം അതൊരു കേസ്. പിന്നെ പറയുന്നത് ഈ പ്രൊട്ടസ്റ്റിന് മുന്നേ CJPയിലെ മെയിൻ ആൾക്കാരുടെ അടുത്ത് ഓൾറെഡി പോലീസും പട്ടാളങ്ങളൊക്കെ വന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ഫോഴ്സ് ഉപയോഗിക്കില്ല, നമ്മളിവിടെ വന്നിട്ട് അടിയുണ്ടാക്കുന്നില്ല ആരുമായിട്ട് നിന്നും. അതിൻ്റെ ഒരു വീഡിയോ ലീക്കായിട്ടുണ്ട്. കുറേ ഒഫീഷ്യൽസ് വന്നിട്ട് നമ്മുടെ അഭിജിത്തിനോട് സംസാരിക്കുന്നത്, അതായത് ഇതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, നിങ്ങൾ അങ്ങനെ ചെയ്തു അതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഒരു ഇത് ചെയ്യാണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല, ആരും നമ്മളെ വന്ന് അടിക്കുകയോ പിടിക്കുകയൊന്നുമില്ല എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഫാക്ട് ചെക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോനം വാങ്കിയാൽ എന്നാണ് പുള്ളിയുടെ ഫാദറിൻ്റെ പേര്. പുള്ളിയുടെ ഫാദറിന് ഇതിന് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ഫാദറിൻ്റെ പേര് ഇതാണ്, പക്ഷേ ഈ CIA ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾ ഒരു മൗണ്ടൈനറാണ്. ഇവർ രണ്ടും വേറെ വേറെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അത് ഒഫീഷ്യലി ഡീബങ്ക് ചെയ്യുന്ന പറയുന്നത്. പിന്നെ പുള്ളിയുടെ ഫാദറിന് CIA സംഭവങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ദെൻ പേര് മാത്രമേ കോമൺ ഉള്ളൂ. പുള്ളിയുടെ ഫാദർ ഒരു MLA പൊളിറ്റീഷ്യൻ ആയിരുന്നു, പക്ഷേ പുള്ളിയല്ല സോണം വാങ്കിയൽ, വേറൊരു സോണം വാങ്കിയലാണ് ഈ ഒരു മൗണ്ടൈനർ ആയിട്ടുള്ള പുള്ളി. എനിക്കൊന്ന് എന്തോ ഈ നീ പറഞ്ഞ കണക്ഷനൊക്കെ ഉണ്ടെന്നോ പറഞ്ഞിട്ട് ഒഫീഷ്യലി ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിംഗ് ആൾട്ട് ന്യൂസ് ആൻഡ് ബൂം ലൈവ് ഹാവ് കംപ്ലീറ്റ്ലി ഡിബങ്ക് ദീസ് വൈറൽ ക്ലെയിംസ് എന്നാണ് പറയുന്നത്. അത് മാത്രം ശരിയല്ല എനിക്ക്. കാരണം ഈ മെയിൻ ഈ സാധനം കടന്ന് റിവോൾവ് ചെയ്യുന്നത് പുള്ളിയുടെ അവിടുത്തെ സ്കൂളിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും. അപ്പോൾ അത് ബെൻസ്ഫൈ പറഞ്ഞ ഒരു ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്നാണ് ഫണ്ടിങ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് തപ്പി പോകുമ്പം അതിൽ കൂടുതൽ കണക്ഷൻസ് ഈ CIAക്കും മൊസാദ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അലിഗേഷൻ വന്നത്. അതും എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇല്ലെന്ന് ആലോചിക്കുക, പുള്ളിക്ക് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ പോയിട്ട് ഒരു ലഡാക്കിൽ പോയിട്ട് സ്കൂൾ ഇടാനും ഫണ്ടിങ് ഒന്നും നമ്മുടെ അടുത്തൊന്നുമല്ല. പ്ലസ് പറയുന്നത് പുള്ളി ഇതുപോലത്തുള്ള ഹങ്കർ പ്രൊട്ടസ്റ്റ് സ്ഥിരം ചെയ്യുന്ന ഒരാളാണ്. വാടകയ്ക്കൊക്കെ ഒരുമാതിരി ഹങ്കർ സ്ട്രൈക്കിന് പോകുന്നത് ഒരു ടൈപ്പ് പോലെയാണെന്നാണ് പറയണത്. 2025 പുള്ളി ഒരു പ്രൊട്ടസ്റ്റ് ഇതുപോലെ ചെയ്തിരുന്നു ലഡാക്കിൽ. സോ അപ്പോൾ ആ സമയത്തും ഇതൊരു റിവോൾട്ട് ആയിരുന്നു. അവിടെ അന്ന് പോലീസിന് വെടിവെക്കേണ്ടി വന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. കാരണം ഇതുപോലെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൈവിട്ട് പോയി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി, വണ്ടിയെല്ലാം തല്ലി പൊളിക്കുന്നു. സോ അപ്പം ആൾക്കാർ പിക്ചർ ചെയ്തത് ഓക്കെ അത് ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ സെയിം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് നടന്നത്. പുള്ളി എൻട്രി ചെയ്യുന്നു, സംഭവം എസ്കലേറ്റ് ചെയ്യുന്നു, ആൾക്കാരെല്ലാം വയലൻ്റ് ആവുന്നു, എല്ലാം തല്ലിപ്പൊളിക്കാൻ തുടങ്ങുന്നു, പിന്നെ ഗവൺമെൻറ്റായിട്ട് അടിയാവുന്നു. സോ അപ്പം അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കണമെന്ന് എവിടുന്നോ ആരോ ചെയ്ത് ഫണ്ട് ചെയ്ത് നടത്തിയ പോലെ ഉണ്ട്. ബട്ട് പേപ്പർ ലീക്ക് ആയതും അതെല്ലാം നമ്മുടെ ഗവൺമെന്റ് മിസ്റ്റേക്ക് അങ്ങനെയാണെങ്കിൽ ലീക്ക് സ്ക്രിപ്റ്റ് ചെയ്യണ്ടല്ലോ. അതായത് അവരൊരു ചാൻസിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. എടാന്ന് പറയുന്നത് കാരണം ഇതുപോലൊരു സിമിലർ സിറ്റുവേഷൻ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അതായത് ലെറ്റ്സ് 2021 ഇതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് എന്തോ ഒരു പ്രോമിസ് ഇതുപോലെ കൊടുത്തിരുന്നു. 2022 ഈ പുള്ളി ഇതുപോലെ ഹങ്കർ സ്ട്രൈക്ക് നടത്തി. അത് സക്സസ്ഫുൾ ആയതിൻ്റെ അടുത്ത ദിവസം തന്നെ പുള്ളിയുടെ ഈ പറഞ്ഞ NGO ആ ലൈസൻസ് എടുത്ത് കളഞ്ഞ്.
ആ സെയിം സമയം തന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഇത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം തൊട്ടേ സ്ക്രിപ്റ്റഡാ, ഈ നീറ്റിന്റെ തൊട്ടേ സ്ക്രിപ്റ്റഡാ, നീറ്റിന്റെ പേപ്പർ ലീക്ക് ആയതോട്ട് അവിടെ തൊട്ടേ അങ്ങനെ ആണെങ്കിൽ. കാരണം ഇത് ഇപ്പൊ അതിനെ ആ സമയത്തെ പുള്ളിയുടെ NGO ലൈസൻസ് എടുത്ത് കളയാൻ റീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ FCRA വഴി ഒരു ബസ് വാങ്ങിച്ചിരുന്നു. ആ ബസ് എന്താ അത് പിന്നെ സെല്ല് ചെയ്ത ഫണ്ട് തിരിച്ച് FCRAയിലേക്ക് വേരിഫൈ ഇട്ടിട്ടില്ല. അതിനകത്തൊരു 3 ലക്ഷം രൂപ വരും. പുള്ളി ആക്ച്വലി ഒരു സത്യം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഫ്രെയിം ചെയ്തതുപോലെ തോന്നി. ഉള്ളതാണ് നമുക്കറിയില്ല. ഈ പറഞ്ഞ കേൾക്കുമ്പോൾ പുള്ളി കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. ആ പുള്ളി ഫ്രെയിം ചെയ്തതുപോലെയും തോന്നുന്നുണ്ട്. കാരണം ഒരു ഇത്രയും കോടികൾ ഇപ്പം NGO എന്ന് പറഞ്ഞാൽ ഫോർഡ് ഫൗണ്ടേഷൻ എത്ര ഡോളർ വരുന്നുണ്ടായിരിക്കും. അവിടുന്ന് പുള്ളിക്ക് 3 ലക്ഷം രൂപയ്ക്ക് മാത്രം ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഒരുമാതിരി ആ സമയത്ത് പുള്ളി ആ ഹങ്കർ സ്ട്രൈക്കിന് ശേഷമാണ് പുള്ളിക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നത്. ഇത്തവണയും ഇങ്ങനെ ഹങ്കർ സ്ട്രൈക്കിന് ശേഷമാണ് പുള്ളിക്കെതിരെ ഇങ്ങനെ പ്രശ്നം വരുന്നത്. ഇതുവരെ ഇത്ര ആളില്ലായിരുന്നു ഈ ഗ്യാപ്പ് ഇട്ടിട്ട്. 2020 ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഹങ്കർ സ്ട്രൈക്ക് ആയിരുന്നത്. അത് ആ സമയത്ത് തന്നെ ആ അന്നത്തെ NGOയുടെ ലൈസൻസ് എടുത്ത് കളയുന്നത്. പുള്ളിക്ക് അതങ്ങ് പോയി. ഇപ്പോൾ ഇതിങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഫ്രെയിം ചെയ്യുക. CA ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേ പുള്ളി വന്ന് പറഞ്ഞത് പുള്ളി CAയുടെ ഏജൻ്റാണ്. CAയുടെ ഏജൻ്റാണ് പുള്ളി. ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് പുള്ളിയെ ഫുള്ളി ബാക്കപ്പ് ചെയ്യുന്നത് ഈ CA ആണ്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അതായത് പുള്ളി നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടാന്ന് പറഞ്ഞ് സോനം വാങ്ചോക്കിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടുള്ളത് ഇതിന് മുന്നേ ഈ ഒരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആൾക്കാർ പറയുന്നത് രാജ്യത്തൊരു ഇംബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി, അതിപ്പം CAയുടെ കാര്യങ്ങളോട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബട്ട് അത് എന്തുമാത്രം ശരിയാണെന്നറിയില്ല. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ ഇതിന് അവെയർ അല്ലായിരുന്നു. ഞാൻ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഇതിനെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് മജോറിറ്റി ആൾക്കാർ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ന്യൂസോടെ കേട്ടപ്പം ശരിയാണ്, എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങൾ. വേറൊരു പേഴ്സ്പെക്റ്റീവോടെ ഓപ്പണായി ചാൻസസ് ഉണ്ട്. കാരണം ഉദ്ദേശം എല്ലാവരുടെയും സെയിം ആണ്. പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഇതുപോലെ മറ്റേ FRCA ബില്ല് കൊണ്ടിരുന്നു. കുറേ കൂടെ പുറത്തുനിന്ന് വരുന്ന പൈസ ട്രാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്തൊക്കെയോ ഒരു അവിയൽ പരുവത്തി കിടപ്പുണ്ടോ. എവിടെയാ തോന്നുന്നത്? ഷൈനോയ്ക്ക് തോന്നുന്നുണ്ട് ഇത് ഓർഗനൈസ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ നാറി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോഹൻ രക്ഷിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ പുള്ളി CAയുടെ ഏജൻ്റാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. ഇത് അവർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അവസാനം അവരുടെ മിനിസ്റ്ററെ ഫയർ ചെയ്യേണ്ടി വന്നു. അപ്പം മൊത്തത്തിൽ BJP ഇപ്പോൾ ഒരു നല്ല നിലയിലല്ല നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞ് പഴി അപ്പുറത്തെ ടീമിനിട്ട് കൊടുക്കണം. അതിനുവേണ്ടി അവർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതല്ലേ. ഇപ്പോൾ നമുക്കെതിരെ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ ഉടനെ നമ്മൾ അവരെ പറ്റി കള്ളക്കഥ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെ അല്ല. പക്ഷേ പുള്ളി അതാ പറഞ്ഞു, പുള്ളി നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടാന്ന് പറഞ്ഞ് പുള്ളി ആർക്കും പറ്റും. പക്ഷെ ഒരു ഇതില്ലാതെ ചുമ്മാ പുള്ളി ഇതിപ്പോ ഈ പറഞ്ഞ കക്ഷിയുടെ കേസ് മാത്രമല്ല, ഒരു പെങ്കൊച്ച് ഇത് വന്നിട്ട് പച്ചത്തെറി പറഞ്ഞെന്നും പറഞ്ഞ് എന്തൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, കയറി വൈറലായിരുന്നു. ആ പെണ്ണിന്റെ നേരെ പോലീസ് ചെല്ലുന്നു. അത് തന്നെ ആ പുള്ളിക്കാരി എന്താ സൈബർ ത്രെറ്റ്, വീട്ടിൽ ത്രെറ്റ്, അവളുടെ പേരിൽ സെക്ഷൻ ഇട്ട് കേസ് എന്തൊക്കെയാ ഗവൺമെന്റ് ചെയ്തു. അതാലോചിക്കുക. അതിനേക്കാൾ ക്രിമിനൽസ് ഒക്കെ നടക്കുമ്പോഴാണ് ഇത് ഈ കൊച്ചിന്റെ അടുത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനും ഇതിന് ഓപ്പോസിറ്റ്. കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടതും പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമൊക്കെ ഗവൺമെന്റ് എടുത്ത് കളഞ്ഞു. ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്തു. അതിന്റെ ഇതിനെ അഡ്രസ് ചെയ്തോണ്ടായിരുന്നു മോദി വീഡിയോ ഇട്ടത്. ആ പെണ്ണിനെ ഡെഡിക്കേറ്റ്ലി ആ പെണ്ണിന് വേണ്ടിയാണ് ആ വീഡിയോ ഇട്ടത്. അത് ഓൾ ഓവർ ഇന്ത്യ വൈറലായ വീഡിയോ. പുള്ളിക്കാരത്തി പറയപ്പെടുന്ന 15 വയസ്സേ ഉള്ളൂ. 25. അത് വേറൊരു കോൺട്രവേഴ്സിയാണ്. പുള്ളിക്കാരത്തിക്ക് 25 വയസ്സ് കൊണ്ടിട്ട് പുള്ളിക്കാരത്തി അപ്പോളജി വീഡിയോ ഇടുന്ന പുള്ളിക്കാരത്തിയുടെ അനിയത്തിയാണ്. കാരണം അവർ രണ്ടുപേരുടെ ഹെയർ മാച്ച് ആവുന്നില്ല. പുള്ളിക്കാരത്തിയുടെ ഹെയർ ലെങ്ത് ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോളജി വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഹെയർ ലെങ്ത്. പിന്നെ ഐബ്രോസ് മാച്ച് ചെയ്യുന്നില്ല, ഹെയറിന്റെ കളർ മാച്ച് ആവുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ അനിയത്തിയാണ് അപ്പോളജി വീഡിയോ ഇടുന്നതെന്നൊരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷേ അതിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അത്രയും ലോ ക്ലാസ് ലാംഗ്വേജ്, അതും ഒരു കൺട്രിയിലെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത്രയും പ്രായമായിട്ടുള്ള അത്രയും വൾഗറായിട്ടുള്ള ഒരു ലാംഗ്വേജ് പുള്ളിക്കാരത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ സ്റ്റിൽ എന്താ പറയുക, അതിപ്പോൾ മോദി തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അതെന്തായാലും വടി കൊടുത്ത് അടി മേടിക്കുന്ന സിസ്റ്റം ആയിരുന്നു. പുള്ളിക്കാരത്തിക്ക് റോഡിൽ ഇത്രയും ഒരു കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതിനുള്ള കോൺസിക്വൻസ് എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ മോദി തന്നെ ചെയ്യണമെന്നില്ല. അത് പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത്രയും വൃത്തിയായിട്ട്. അതിപ്പോൾ നമ്മൾ ആരെ പറ്റി പറഞ്ഞാലും ഇങ്ങനെ അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പിണറായി വിജയനെ പറ്റി കേരളത്തിൽ പോയിട്ട് ഞാൻ 2 തെറി പറഞ്ഞു. പുള്ളി ഇത്രയും വൃത്തിയായിട്ട ആളാണ്, ഇങ്ങനെയാണ്. അത് ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉറപ്പായിട്ടും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ വരും, അവരുടെ ആൾക്കാർ വരും, കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ വന്നിട്ട് കത്തിയും പിടിച്ചുകൊണ്ട് 100% വരും. അപ്പോൾ അത് വടി കൊടുത്ത് അടി മേടിച്ചിട്ട് നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പുള്ളി വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയണേ,
ഞാൻ പറയുന്നത് കേൾക്കണ എല്ലാവരും ഇതിനെപ്പറ്റി പുള്ളിയുടെ സപ്പോർട്ടേഴ്സിനോട് പറയണം, ഇനി ആ പെണ്ണിനെ ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനും പോകരുത്. ഞാൻ ഒഫീഷ്യലി പുള്ളിക്കാരത്തിനെ മാപ്പ് ചെയ്തു, പിള്ളേരെ വിട്ടാക്കുക, അങ്ങനെയുള്ള രീതിയിൽ പുള്ളി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇട്ട്. ഈവൻ പുള്ളിയുടെ മരിച്ചുപോയ അമ്മേനെ പറ്റി വേണ്ടാത്ത പറഞ്ഞ് പുള്ളി എന്താ പറയുക, പുള്ളി ഓൾ ഓവർ ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റലിയിൽ പോകുമ്പോൾ സ്പെഷ്യലി എല്ലാവരും എടുത്ത് പറയണതാണ് പുള്ളിക്ക് എന്തോ ഒരു ഇതുണ്ട്, സംഭവമുണ്ട്, മെലഡിയായിട്ട് സംഭവമുണ്ട്. അപ്പോൾ അതും പുള്ളിക്കാരത്തി ഒരു വൃത്തിയിട്ട വഴിയിലാണ് അഡ്രസ്സ് ചെയ്തത്. നമുക്കൊന്നും അറിയത്തില്ല, 25 വയസ്സായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ സെക്ഷുവലൈസ് ചെയ്യുന്ന വേറൊരു കൺട്രിയിലെ ലീഡറായിട്ട്. നമ്മുടെ കൺട്രിയിലെ ലീഡറിനെ നമ്മൾ പറയുന്നുണ്ട്, അതിൽ വേറെ ഇറ്റലിയുടെ ലീഡറുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് ഇത്രയും വൃത്തിയിട്ടായിട്ട് പറയുമ്പോൾ അതിനെന്തായാലും കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. അത് ഈ പുള്ളിക്കാരത്തി മാത്രമല്ല, കുറേ പേര് പറഞ്ഞു. പക്ഷേ ഒരു ലിമിറ്റ് വിട്ടുപോയത് ഈ പുള്ളിക്കാരത്തിയായിരുന്നു. എന്തോ വെള്ളം അടിച്ചൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫെയർ ആയിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും, ഞാൻ പറഞ്ഞാലും ഇത് തന്നെ ഉണ്ടാവും. പുള്ളിക്കാരുടെ കേസിലൊക്കെ അതല്ലാണ്ട് വേറെ ഈ പറഞ്ഞ പച്ചത്തെറിയ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞത്. പച്ചത്തറി പറയുന്നത് ഇല്ലീഗലൊന്നും അല്ല, സെക്ഷുവലൈസ് എന്നാലും ഇല്ലീഗൽ അല്ല. അതാ പറയാൻ പറ്റുന്നത്. ഇല്ലീഗൽ അല്ല, അതേ ഞാൻ പറഞ്ഞേ. ഞാനിപ്പോ ഇതേ സംഭവം കേരളത്തിൽ ചെയ്യുക, ഇല്ലീഗൽ അല്ല. വീടിന്റെ പുറത്ത് ആൾക്കാർ വരുമോ? ആര്? പോലീസുകാരോ? പോലീസുകാരല്ല, എടാ അതിന്റെ പേരില് സെക്ഷൻ ഇട്ട് ആൾക്കാർ. അതിന്റെ പേര് പക്ഷെ പോലീസുകാരൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, സെക്ഷൻ ഇട്ടു. ഇല്ല, അതെല്ലാം ക്യാൻസൽ ചെയ്തത് എന്തുകൊണ്ടാ? ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങിയത് കൊണ്ടാ. ഈ പ്രകാശ് രാജ് ഒരു വീഡിയോ ഇട്ടു, അത് പിള്ളേരാണ്. ഈ വേറൊരു കൺട്രിയുടെ ലീഡറിനെ നമുക്ക് അങ്ങനെ ചെയ്യാ, ഇത് പറയാൻ പറ്റില്ല. സെക്ഷുവലൈസ് ചെയ്താ പറഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാരും ജയിലിൽ കിടക്കണ്ട. അങ്ങനെ ആദ്യം ഷൈനോനെ ഇവിടെ വന്ന് അത് ശരി. ഇതിപ്പോ ഇത്രേ ക്രിമിനൽസ് എല്ലാവരും പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും പുള്ളി ശരി പുള്ളിക്കാർ പറഞ്ഞു ഭയങ്കര ശോകം പരിപാടി തന്നെ, അത് പുള്ളിക്കാരി ന്യായീകരിക്കണമല്ല. പക്ഷെ എന്നാൽ അവിടെ അത്രയും നടക്കുമ്പോഴത്തേക്കും ഇതിന്റെ പേരിൽ ക്രിമിനൽ സെക്ഷനൊക്കെ ഇട്ട് ത്രെറ്റിന് പോലീസുകാരൊക്കെ വീട്ടിൽ അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം. ഇത് പുള്ളി അറിയാതെ ചെയ്ത് ഇപ്പം അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്ന് വെച്ച് നമുക്ക് വിചാരിക്കാം പുള്ളി അറിയാതെ ചെയ്യുന്നതെന്ന്. ഇതിപ്പം നിനക്ക് നമുക്ക് പറയാൻ പറ്റുമോ പുള്ളി ഇങ്ങനെ ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് പോലീസുകാർ വീട്ടിൽ അയക്കാത്തയാന്ന് എന്ന് പറയാൻ പറ്റുമോ? പ്രശ്നം എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൺട്രിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുമ്പോഴും നമ്മൾ അതിൻ്റെ റൂൾസ് അനുസരിച്ച് മാറുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ യു എസിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എസിൽ ലോ അനുസരിച്ച് അവർ ഫ്രീഡം ഓഫ് സ്പീച്ച് അവരുടെ നമ്പർ 1 സംഭവം. എനിക്ക് ഫസ്റ്റ് അമെൻമെൻറ്റ് അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് പ്രൈം മിനിസ്റ്ററിനെയോ അവിടുത്തെ പ്രസിഡന്റിനോ തെറി പറയാം, എന്ത് വേണേലും പറയാം, TV യിലിരുന്ന് പറയാൻ പറ്റും. പക്ഷേ അത് യു എസ് ആണ് ഏറ്റവും അതിൽ എക്സ്ട്രീം, ഏറ്റവും മുകളിലുള്ളത്. പറയാൻ പറ്റും തന്നെ, നമുക്ക് എന്ത് വേണേലും വൃത്തിയിട്ട് പറയാം, എന്ത് സെക്ഷൽ എന്ത് വേണമെങ്കിലും പറയാം. ഇന്ത്യയുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ല ആരാണോ അവരെ നമുക്ക് സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റ് കേഴ്സ് വേർഡ്സ് സംഭവം ഉപയോഗിച്ച് പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ഇല്ലീഗലാണ്. മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, ആൾ ചെയ്ത് മോശമായി പോയെന്നുള്ള അങ്ങനെ വാക്കുകൾ ഒബ്വിയസ്ലി ഉപയോഗിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാം. ബട്ട് ദെൻ അതിനൊരു ലിമിറ്റ് കടന്നു പോകുമ്പോഴത്തേനും ഉണ്ടെന്നുള്ളത് അത് ഇന്ത്യയുടെ റൂളാണ്. ശരി, ഇങ്ങനെ പറയുന്ന പോലെ ഈ പുള്ളിക്കാരി എന്നല്ല ആരും ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഇതിനെക്കാട്ടി ചെറിയ പ്രായത്തിലുള്ളതാണെങ്കിൽ വെച്ച് പ്രായം കൂടിയതാണെങ്കിൽ ഇങ്ങനൊന്നും ആരും പറയാൻ പാടില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെ ഇതാക്കുന്നത് ഭയങ്കര ശോകമായി പോയി. അതായത് ഇങ്ങനെ റിയാക്ട് ചെയ്തത് ഭയങ്കര ശോകമായി പോയി. നിയമം അനുസരിച്ച് അങ്ങനെ ഉണ്ട്. അല്ല, ഇപ്പൊ നീ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് യു എസിൽ ഭയങ്കര സപ്പോർട്ട്, കാരണം അവിടുത്തെ സൊസൈറ്റി കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ ലോ അനുസരിച്ച് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, പക്ഷേ അത് നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇന്ത്യയിലുണ്ട്, പക്ഷെ അതിൽ ഓൾറെഡി ലീഗലി ഇത്ര ഒരു ലിമിറ്റും ഉണ്ട്. യു എസിൽ ലിമിറ്റ് ഉണ്ട്. യു എസിൽ പ്രൈം മിനിസ്റ്ററിന്റെ നേരെ നീ എന്തെങ്കിലും കൊല്ലും, ഇല്ലെങ്കിൽ അവരുടെ ലൈഫിന് ത്രെറ്റ്, ഇല്ലെങ്കിൽ പുള്ളിനെ തലക്കടിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഡേഞ്ചർ ആയിട്ടുള്ള പറഞ്ഞാൽ അവിടെയും നീ ജയിലിലാവും. അതാണ് അവിടുത്തെ ബൗണ്ടറി. ഇവിടുത്തെ ഇന്ത്യയിലെ ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടി താഴെയാണെന്നുള്ളൂ. എല്ലായിടത്തും ഒരു ബൗണ്ടറി ഉണ്ട്. യു എസിൽ നിനക്ക് TV വന്നിട്ട് പറയാൻ പറ്റില്ല, നാളെ ഞാൻ തോക്കൊരു കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ തലക്കെട്ടറും പൂഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വന്നിട്ട് CIA കൊണ്ടുവരും. എടാ പക്ഷേ അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടവരൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ബാൻ ചെയ്ത് കളഞ്ഞു. എന്തിനാ അവരുടെ വീഡിയോസ് എടുത്ത് കളഞ്ഞു? അത് ശോകമാണ്. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞില്ല. ഇതും എനിക്ക് ഓക്കെയാണ്. ഞാൻ പുള്ളിക്കാർ പറയുന്നതാണെങ്കിൽ എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. കാര്യം ആർക്കാണ് എന്തെങ്കിലും പറയാനുള്ളവരുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം അത് ലീഗലി കറക്റ്റ് അല്ല. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ എവിടം വരെ സ്ക്രിപ്റ്റഡ് അല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന പുള്ളി ഒരു ഓർഗാനിക് മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പുള്ളി ഫോളോ ചെയ്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്ന പുള്ളി സോനം വാങ്ങിച്ചു ആ ഒരു സംഭവം പുള്ളി ആക്ച്വലി ജെനുവൻലി വിത്ത് ഹാർട്ട് സംഭവം വന്നാണ്. സെയിം രീതിയിൽ CJP എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി പുള്ളി ഒരു സംഭവം നോക്കി നടക്കുന്നുണ്ടായിരുന്നു. പുള്ളി ചില പ്രൊട്ടക്ഷനൊക്കെ പോയിരിക്കും, നമ്മൾ ഓൺലൈനിൽ വീഡിയോ കാണാറുണ്ട്. പുള്ളി തന്നെ ഇരിക്കുന്നു, 5 പേര് ചുറ്റും വന്ന് നിൽക്കുന്നു, വേറെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. ആ സമയത്ത് നോക്കിയപ്പോൾ കോൺഗ്രസിനും എല്ലാവർക്കും നല്ല സമയമാണ് ഇത് ചെയ്യാനായിട്ട്. ആ സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് പുറത്തുനിന്നുള്ള ഫോഴ്സുകൾ ഓർത്താണ്. ഒരു ഒബ്വിയസ്ലി കയോസ് അവിടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പാകിസ്ഥാനിൽ പ്രശ്നം നടക്കുമ്പോഴത്തേനും അതിൽ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കുന്നില്ല. ഇന്ത്യ എന്തായാലും പ്ലാൻ ചെയ്തു അവന്മാരോടെ പ്രശ്നം നടക്കുകയാണ്, ഒരു കാര്യം ചെയ്യിച്ചാൽ അവിടെ ഫണ്ടിട്, നമ്മളെല്ലാവരും ചെയ്യും തമ്മിൽ. അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് ഇന്ത്യക്ക് ഉറപ്പുണ്ട്, US ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, എല്ലാവരും ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ എനിക്ക് വന്ന ആ ഒരു സമയം എനിക്ക് അവർ ആലോചിച്ചെടുത്താണെന്നാണ് ഓർക്കുന്നത്. ഗവൺമെൻറ് ഫുള്ളി മെസ്സപ്പ് ചെയ്തു. ഗവൺമെൻറ് അങ്ങനെ അല്ലായിരുന്നു റിയാക്ട് ചെയ്യേണ്ട, റെസ്പോണ്ട് ചെയ്യേണ്ട അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ലാസ്റ്റ് സമയം സംസാരിച്ച് കഴിഞ്ഞിട്ട് മോദിയുടെ കുറച്ച് വീഡിയോ സംഭവങ്ങളും പിന്നെയും കുറച്ച് ആ ഒരു സംഭവം കുറയ്ക്കാൻ കിട്ടി. കാരണം പുള്ളി ഓൺലൈനിൽ വരുന്നു, സംസാരിക്കുന്നു, ജെൻസി ആയിട്ട് ഹലോ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇച്ചിരി ഇതൊക്കെ ആയെങ്കിലും ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് നയിച്ചിട്ട് നേരത്തെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഇതിൽ പുള്ളി റെസ്പോണ്ട് ചെയ്യുന്ന നല്ല രീതിയിലാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്തു. ഓൾദോ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്താണെങ്കിലും നല്ലതാണ്, തിയേറ്ററിക്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് കാണാൻ നല്ലതാണ്, പെർസെപ്ഷൻ നല്ലതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റിൽ ഈ വയലൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ CJPയുടെ ഒരു പുള്ളിയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൽ വയലൻ്റ് ആയിട്ടുള്ളവർ ഞങ്ങളുടെ ഒപ്പം ഉള്ളതാണ്. വയലൻ്റ് ആയിട്ടുള്ളതിൽ ഒരു 90% ഇവരുടെ തന്നെ ആൾക്കാർ. ഇവരുടെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിളിക്കുമ്പോഴത്തേനും ഒരു പണിയില്ലാത്ത കുറേ ടീം, ഇപ്പോൾ നമ്മളാണെങ്കിൽ നമുക്കൊന്നും ജോലിയില്ലെങ്കിൽ വരുന്ന അങ്ങനത്തെ കുറേ പേരും ഉണ്ട്. അതിപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ പേരുണ്ട്. അവരും വന്നാൽ ഇതിൽ ജോയിൻ ചെയ്ത്, കാരണം അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എന്താണ് ചുമ്മാ നിൽക്കുന്നു, പോലീസിനെ ഇടിച്ച് കയറുന്നു, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഫണ്ടഡ് മേ ബി ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവ്. നമ്മുടെ ഐഡിയൽ വേൾഡിലല്ല, അതും ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു 90% വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇതിലേക്ക് അങ്ങ് കയറി വന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്താ പറയുന്നത്, അത് ഭയങ്കര ഓബ്വിയസ്. മറ്റേ ഈ ബീഹാർ UP എന്നൊക്കെ വണ്ടി കണക്കിന് ആൾക്കാർ വരുന്ന കണ്ടായിരുന്നു. മറ്റേ ബസ് കണക്കിനൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങിയത്. അവര് തല്ലിപ്പൊളിക്കണം എന്നുള്ള ഒറ്റ മൈൻഡിൽ തന്നെ വന്ന ആൾക്കാരായിരുന്നു. മറ്റേ ഈ ബസ്സിന്റെ ഒക്കെ മുകളിൽ അവർ തല്ലിപ്പൊളിക്കാവുന്നതല്ല, അവരാണെങ്കിൽ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാണ്. കാരണം ഈ അവർ അടി തുടങ്ങി കഴിഞ്ഞിട്ട് അവർ വരുന്നത്, അല്ല അവരടി അടി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതല്ല. അല്ലല്ല, അടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് അവർ കമ്പും കോലായിട്ടൊക്കെ വരുന്നത് പോലീസിനെതിരെ നിൽക്കാൻ. അടി തുടങ്ങിയപ്പോൾ ഓൾറെഡി ആൾക്കാർ മറ്റേ നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇടിച്ച് കയറുന്നുണ്ടായിരുന്നു. അടി തുടങ്ങി കഴിഞ്ഞിട്ട് അവിടെയാണ് അടി തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല ആദ്യം അവർ വന്ന് ഇങ്ങോട്ട് വന്ന് അടിക്കുമായിരുന്നുള്ളതെന്ന് ഇപ്പോഴും തെളിവൊന്നുമില്ല. അതിനാണ് ഓൾറെഡി പറയുന്നത് ഈ അഭിജിത്തിനോട് കുറെ പോലീസുകാർ വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ. നമ്മളാരും തല്ലാനും പിടിക്കാനൊന്നും പോകുന്നില്ല. പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെന്നല്ല, അതൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് ആൾക്കാരങ്ങനെ പോലീസുകാരങ്ങനെ പറയുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാനും ആദ്യം ഇതിനെല്ലാം എതിരെയായിരുന്നു. ഞാൻ അന്ന് സംഗീതം മാത്രമേ പറഞ്ഞുള്ളൂ, നമുക്കൊരു പാർലമെന്റിലോട്ട് ഒരിക്കലും അങ്ങനെ ഇടിച്ചു കയറി പോകാൻ പറ്റത്തില്ല. അന്ന് ഞാനും പറഞ്ഞത് ശരിയാ, നമുക്ക് ഇടിച്ചു കയറി പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പോയി 2 ഇടി കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ ഇടിച്ച് തിരിച്ചിടിക്കണമെന്ന് തന്നെ ഞാനും പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അഭിജിത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ഒരു വാർണിംഗ് ഒന്നും തന്നിട്ടില്ല, അവർ അടി തുടങ്ങിയോണ്ടാണ് നമ്മൾ അടി തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഇവരോട് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് അപ്പോൾ അവൻ കള്ളം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതായിരുന്നു 100% ഉറപ്പാണ്. ആളിറക്കിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് രണ്ടിടത്തുനിന്ന് ഓരോരോ ഇതുണ്ട്. മറ്റിടത്താണെങ്കിൽ നെയിം പ്ലേറ്റ് പോലും ഇല്ലാതെ പോലീസ് ഉണ്ട്, അത് പറയുന്നുണ്ട്. അതായത് RSS ആൾക്കാർ അവിടെ നിന്നിട്ട് പിള്ളേരെ അടിച്ചെന്ന് പറയുന്നുണ്ട്. പോലീസ് അല്ലായിരുന്നു, RSS ആണെന്ന് പറയുന്നുണ്ട്. യൂണിഫോം പോലും ഇല്ലാതെ സാധാ ഡ്രസ്സിൽ കമ്പും കൊണ്ടുവന്ന് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വേറെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ കൂട്ടത്തിൽ RSSന്റെ ആൾക്കാരുണ്ടായിരുന്നു, അവരാണ് അങ്ങോട്ട് പോയി പോലീസുകാരെ തല്ലിയെന്ന് പറയുന്നുണ്ട്. അതും ഓബ്വിയസ് ആണ്, നടക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പോലീസ് അടിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തുവാണോ, കാരണം ഈ കൊച്ചു പിള്ളേരത് എന്തായാലും പോലീസുമായിട്ട് അടി ഉണ്ടാക്കി ഇത് ചെയ്യാൻ പോകുന്നില്ല ഇവരെല്ലാം. പക്ഷെ അതിലും പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരുത്തുമ്പോൾ പോലീസിനെ അടിക്കുന്നല്ലേ ഇച്ചിരി എന്തെങ്കിലും ഒരു അതാണ് RSS ഉണ്ടാവും. RSS ഉണ്ടാവും, ഒന്നുമില്ലാതെ നമ്മുടെ എന്താ പറയുക, അതാണ് RSS. ഒന്നുമില്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഉറപ്പിക്കാം. ഒരു നമ്മളിപ്പോൾ 10ലും 11ലും +1ലും പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നമുക്കും ഉണ്ടായിരുന്നു. എന്താ തല്ലെന്നൊന്നും അറിയത്തില്ല, അങ്ങനത്തെ ടീമുകളുണ്ട്. കാര്യം അവർക്ക് ആ ഒരു എന്ത് പ്രശ്നം നടന്നാലും അവിടെ വന്നിട്ട് നാട്ടുകാർ നമ്മൾ കണ്ടിട്ടില്ലേ, 2 പേര് തല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇപ്പൊ കയറി വന്നോളൂ. 20 മിനിറ്റ് എടുക്കുന്ന എനിക്കൊരു സംഭവം മനസ്സിലായി. പുള്ളി കയറി വന്നിട്ട് 1 മിനിറ്റ് തന്നെ പുള്ളി ഒപ്പീനിയൻ ഉണ്ട്. എനിക്കിപ്പോ നീ പറഞ്ഞപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ രാഹുൽ ഗാന്ധിനെ ആയിരുന്നു. പുള്ളി കാണിച്ചത് ഈ സെയിം പരിപാടിയാണ്. റോട്ടി വന്നിട്ട് ഇങ്ങനെ കിടന്നു, എന്നിട്ട് പുള്ളി അവിടെ തൂക്കി എടുത്തോണ്ട് പോയി. അത് സെയിം ഡിറ്റോ പരിപാടിയാണ് പുള്ളി. അതല്ല, വേറൊരു സാധനം പറയുന്നത് പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സോനം വാങ്ചുക്കിൻ്റെ വൈഫ് പോയി രാഹുൽ ഗാന്ധിയെ കണ്ട് സംസാരിച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പ്രൊട്ടസ്റ്റ് ഇതിലാണ്, ഇത്ര ദിവസമായി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എനിക്കൊന്ന് പുള്ളി തന്നെ വന്നിട്ട് ഏത് ഇൻ്റർവ്യൂവിൽ എന്തോ പറഞ്ഞേ. അപ്പോൾ പറയുന്നത് ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ കൂടെ ഒരു കംപ്ലീറ്റ് ഫുള്ളി സപ്പോർട്ട് ഇതിനുണ്ടായിരുന്നു. ഈവൻ സോനം വാങ്ചുക്കിനുണ്ടായിരുന്നു. പുള്ളി കുറെ കൂടെ ഫേവർ ചെയ്യുന്നത് കോൺഗ്രസിനെയാണ്. ഇവർക്ക് ഫണ്ടിങ്, ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പുള്ളി അരവിന്ദിന്റെ സൈഡിൽ നിന്ന് എല്ലാ ഫുഡും എല്ലാവർക്കും ഇവിടെ പ്രൊട്ടസ്റ്റിലിരിക്കുന്നവർക്ക് 4 നേരം ഫുഡുണ്ട്. പക്ഷെ ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്ന പുള്ളി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇവർ ഒരു പുള്ളി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ മെനു എന്താന്നൊക്കെ പറഞ്ഞ്.
പുള്ളി അവിടെ പോയി റീൽ ഉണ്ടാക്കുമായിരുന്നു ജന്തർ മന്തർ തമാശ അതല്ല. എടാ അതാ പറഞ്ഞ ഈ പിള്ളേർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ. ഇപ്പൊ ഈ കൊച്ചു പിള്ളേർ ഇവരല്ല, ഇവർക്കെന്ന് പറഞ്ഞാൽ ഇതൊരു കോമഡി പീസായിട്ട് അവരെല്ലാം കാണുന്നത്. അവരല്ലാതെ അത്ര എടാ അതല്ലടാ, ഇത് പ്രൊട്ടസ്റ്റ് നടന്ന ഓരോരുത്തർക്കും ഓരോ ഫുഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പൊ ആൾക്കാര് രാവിലെ വീഡിയോ ഇടും, ഇന്നത്തെ എന്റെ ലഞ്ച് ബർഗർ കിങ് ആണ്, ഉച്ചയ്ക്ക് ഇന്ന് നമ്മുടെ ലഞ്ച് പിസയാണ്. പഴയ ടിക്ടോക്ക് ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു പിള്ളേരവിടെ പോലീസുകാരുടെ കൂടെ. അങ്ങനെയുള്ളവരുടെ കുറെ ഇത് ബാനായി പോയത്. ഒരുത്തൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരുത്തൻ ഈ ഒരു 4-5 ആമ്പിള്ളേർ ഒരുമിച്ച് ഒരു ലൈനിൽ ഇങ്ങനെ നിന്നിട്ട് ഒരുത്തൻ വീഡിയോ ഇടുമായിരുന്നു. മറ്റേ സമാനം, മറ്റേ പഴയ സാധനം. അവന്റെ എനിക്ക് അവന്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് കളഞ്ഞു. കുറെ ജയിലിലിട്ടു, കുറെ പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പിള്ളേരെ. ഇവിടെ ഉണ്ടായിരുന്നവരെ വന്ന് പോലീസൊക്കെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കുറെ പിള്ളേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വണ്ടി ഇതുപോലെ അവൻ ധൈര്യ സമയം കാണാം ഓടി വന്നിട്ട് പോലീസുകാർ അടക്കൂടെ വന്നിട്ട് ഡോർ തുറന്നു വിട്ടിറങ്ങും. ലോക്കൊന്നും ഇല്ല, ചുമ്മാ ഒരു സാധനം ഇട്ടിട്ട് പോയി. ഏതൊരുത്തും പുറകെ കൂടെ തുറന്നു വിട്ടിറ. അതൊക്കെ നമുക്ക് കാണുമ്പോഴും സന്തോഷം. പക്ഷെ ഒരു നല്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഫ്ലഡ് നടന്ന ക്രിറ്റിസിസ് ആണെങ്കിലും ഒരു ട്രെൻഡ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പാപ്പന്മാരായിരുന്നു, 40 വയസ്സുള്ളവരായിരുന്നു. ഇല്ലെങ്കിൽ ഒരു 30 വയസ്സിൽ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാറുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു പൊളിറ്റിക്സ് പറയുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി മറ്റേ ഈ കോളേജിലൊക്കെ പാർട്ടികളുണ്ടല്ലോ അതിലുള്ള ആൾക്കാർ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണും ഒരു ഉള്ള യങ്സ്റ്റേഴ്സ്, ഒരു പാർട്ടി ഇല്ലാത്ത ആൾക്കാരും സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ ഇതിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പോൾ ക്രിട്ടിസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30-40 വയസ്സുള്ള ആൾക്കാരല്ല, സാധാരണ 20-25 വയസ്സുള്ള ആൾക്കാരാണ് ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. മറ്റേ പുള്ളി വി.ഡി. സതീഷിനാണെങ്കിലും എല്ലാവരും ആൾ വെക്കുന്നത് താൻ എന്ത് പരിപാടി കാണിച്ച ആ സംഭവം. അത് പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ ഇച്ചിരി കൂടി ഒരു വയസ്സ് കൂടി ഇച്ചിരി ഏജ് കൂടി ഇച്ചിരി പൊളിറ്റിക്സിലുള്ള ആൾക്കാരായിരുന്നു. ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു മേ ബി ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡും ഉണ്ട്. കാര്യം അങ്ങനെ ഒരു വീഡിയോ ഒക്കെ സംഭവം ഇടുന്നതാണെങ്കിൽ അങ്ങനത്തെ ക്രിയേറ്റേഴ്സിന് എത്ര വ്യൂ കിട്ടുന്ന. അവിടെ പോയിട്ട് ജന്തർ പോയിട്ട് ഒരു വീഡിയോ ഇട്ടാൽ മില്യൺ വ്യൂസ് ആയിരുന്നു. മറ്റേ അർജുൻ MP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുള്ളി, ഞാനോടത്ത് ഇത് എന്ത് സംഭവം, ഞാനിത് 1.1K എന്ന് കണ്ടാണെന്ന് മില്യൺ ആണെന്ന് അത്രയും ലൈക്ക് പുള്ളി എയർപോർട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് ഇടുന്ന തന്നെ. അപ്പം അത്രയൊക്കെ സംഭവങ്ങളുണ്ട്. അതെനിക്കൊന്ന് ഒരു സമയത്ത് ട്രെൻഡായിരുന്നു. കുറെ നാട്ടിലെ ബ്ലോഗേഴ്സിനൊക്കെ എടുത്ത് ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങളിന്ന് ഇത് എൻ്റെ ഇലക്ഷന് പ്രൊട്ടസ്റ്റിന് പോകാനുള്ള എൻ്റെ ബാഗിലുള്ള ഐറ്റംസ് ഇതാന്ന് പറഞ്ഞിട്ട് മേക്കപ്പിന്റെ സാധനങ്ങളും മറ്റേ തലയിൽ കൊണ്ടിരുന്ന തുണിയും ചെയ്യുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വീടായിരുന്നു. അത് മാത്രം വീടായിട്ട് എന്താ പിന്നെ സ്പൈഡർമാനൊക്കെ വേഷത്തിലൊക്കെ ഓരോ ടീം വന്നിട്ടുണ്ട്, ബാറ്റ്മാനൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചു പിള്ളേർ ഇവരല്ല, അപ്പൊ അവർക്ക് അതിനുള്ള ബുദ്ധിയുള്ളൂ. അവർ പ്രൊട്ടസ്റ്റിനെ അങ്ങനെ കണ്ടേക്കുന്നത്. അവര് എനിക്ക് തോന്നുന്നില്ല ഇവരാണെങ്കിൽ അങ്ങോട്ട് പോലീസുകാരെ തല്ലാരും മാത്രമേ തൻ്റെ ഇടുന്നുള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കുറെ ബുദ്ധിയില്ലാത്ത പിള്ളേരാണ്. ക്രൗഡ് വരുമ്പോൾ എല്ലാവർക്കും ധൈര്യം കയറി വരും. ഈ ക്രൗഡ് എല്ലാവർക്കും പക്ഷെ ക്രൗഡിന് എതിരെ നിൽക്കുന്ന ആരെന്ന് ആലോചിക്കണം. തോക്കും പരിചയം പിടിച്ച് മൊത്തം ഫുള്ള് ഇതിൽ നിൽക്കുന്ന പോലീസുകാരാ. പക്ഷെ ആരും വെടിവെക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അടി കിട്ടും എന്നുള്ള കാര്യം എനിക്കൊന്നും പ്രതീക്ഷ. അപ്പൊ അവർക്കെതിരെ ഇവര് ഒരു 1000 പേരുണ്ട്. അവര് 10 പേരുടെ വടിയുണ്ട്, പക്ഷെ ഇവര് 1000 പേരുണ്ട്. 10 പേര് ഒഫീഷ്യൽ പോലീസ് ഓഫീസർ, പിന്നെ നെയിം പ്ലേറ്റ് ഇല്ലാത്തൊരു 90 വേറെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് വ്യത്യാസം വരും? അവരെ എന്തായാലും ഗവൺമെന്റ് ഇറക്കി വിടത്തില്ല. എവരെയാ? അതായത് നെയിം പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് നമുക്ക് അവരുടെ അക്കൗണ്ടറായിട്ട് വെക്കാലോ, ചോദിക്കാലോ. അവര് ഗവൺമെന്റ് പറഞ്ഞിട്ടാണല്ലോ അവരവരുടെ ഗവൺമെന്റ് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ഇട്ട് നിർത്തിയെന്നാ പറഞ്ഞത് ആൾക്കാരെ. എന്തിനാണ് അത് മാത്രം പോലീസുകാർ കൂടെ അല്ലായിരുന്നു അവര്. അങ്ങനെ പൊക്കിക്കൊണ്ട് പോയ ഡോക്ടർമാരൊന്നും അല്ലായിരുന്നു. അതായത് വൈറ്റ് കോട്ട് ഇട്ടുകൊണ്ടുവന്ന ടീമുകളായിരുന്നു. ഡോക്ടർ അല്ലല്ലോ, അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്ന അത് ഹോസ്പിറ്റലായിട്ട് എനിക്കറിയില്ല പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. പുള്ളിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പുള്ളി മൊത്തത്തിൽ മാറിപ്പോയി. പുള്ളി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, BJPയുടെ ലീഡർമാരൊക്കെ വന്ന് പുള്ളിയായിട്ട് സംസാരിക്കുന്ന. പുള്ളി ഒരു കംപ്ലൈന്റും അത് കഴിഞ്ഞിട്ട് പറയുന്നില്ല. പുള്ളി ആ പ്രൊട്ടസ്റ്റിന്റെ അവിടെ ഇന്ന് വരെ പുള്ളി ഒരു വേറെ ആള്, പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളി BJPനെ പറ്റി എന്തൊക്കെയോ നല്ലതൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അതിപ്പോ പുള്ളി നല്ലത് കണ്ടാൽ നല്ലതും ചീത്തയും പറയുന്ന ഒരു മനുഷ്യനാണ്. പ്രൊട്ടസ്റ്റിന്റെ അടുത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തു, നല്ലതായിട്ട് നല്ലത് പറഞ്ഞു. അല്ലടാ പറഞ്ഞത് എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പൊ അതിലൊന്നും പുള്ളി പ്രൊട്ടസ്റ്റിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്നാലും എന്താ പറയാ, അതിന് അത്ര നാൾ ഫുഡ് കഴിക്കാണ്ടിരുന്ന് വയ്യാണ്ടായോണ്ടാണെന്ന് അറിയില്ല. പക്ഷെ എന്താ പറയാ, ഒരു ശാന്തമായ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഹങ്കർ സ്ട്രൈക്ക് നിർത്തി. അപ്പോൾ ഇവൻ ഈ പുള്ളിയുടെ അപ്പനും ഹങ്കർ സ്ട്രൈക്ക് കുറെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അപ്പൻ ഹങ്കർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ സ്കെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയായിരുന്നു. അവർക്ക് ഇന്ന ബെനിഫിറ്റ്സ് വേണം, അത് വേണം. അവരെ അപ്പോൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളിയുടെ അപ്പൻ ചെയ്തത്. അപ്പോൾ അതാണ് ഇപ്പോൾ വേറെ ടോപ്പിക്. ഈ പറഞ്ഞ CJPയുടെ ഫൗണ്ടർ പുള്ളി ഒരു ഇങ്ങനത്തെ സ്കെഡ്യൂൾ കാസ്റ്റ് ചെയ്യുന്ന വരുന്നത്. അപ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ്സ് ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ പിള്ളേർക്ക് സീറ്റ് കിട്ടാണ്ട് പോകണമെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി നമുക്ക് റിസർവ്ഡ് ആയിട്ടുണ്ട്. സ്കെഡ്യൂൾഡ് കാസ്റ്റിനുണ്ട്, പിന്നെ ട്രൈബ്സിനും ഉണ്ട്. അവർക്ക് വേണ്ടി റിസർവ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ആക്ച്വലി എക്സാം എഴുതി കഷ്ടപ്പെട്ട് വരുന്നവർക്ക് ചിലപ്പോൾ 1-2 മാർക്ക് കൊണ്ട് ഈ സീറ്റ് മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിസർവേഷൻ എടുത്ത് മാറ്റണ്ടേ. പക്ഷെ അതിന് CJPക്ക് ഒന്നും പറയാനില്ല. കാരണം മജോറിറ്റി ആൾക്കാർ അതാണ്, അവർക്ക് ഫ്രീ ആയിട്ട് സീറ്റ് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി ആരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. ഈ പുള്ളിയും
ആ ഒരു ട്രൈബിൽ നിന്നാണ് വരുന്നത്, പുള്ളി ദലിത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ പുള്ളി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പുള്ളി പറയുന്നത്, ഈവൻ രാഹുൽ ഗാന്ധി അതാ പറയുന്നത്, പുള്ളി പവർ വന്നു കഴിഞ്ഞാൽ പുള്ളി റിസർവേഷൻ 50% വെച്ച് കൂട്ടും. അപ്പോൾ നമ്മൾ പഠിക്കുന്നവർ പിന്നെ ഈ എക്സാം ഒക്കെ എഴുതുന്നവർ പിന്നെ എന്തിനാ എക്സാം എഴുതുന്നത്? അതൊക്കെ പൊളിറ്റിക്കൽ ടാക്ടിക്. അത് പക്ഷേ എന്താ അങ്ങനെ പറയുമ്പോഴത്തേക്ക് സപ്പോർട്ട് കിട്ടും. പറയുന്നത് കാരണം എന്ന് വെച്ചാൽ മജോറിറ്റി ആൾക്കാർ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത്. സപ്പോർട്ട് കിട്ടൂലേ? ആ സപ്പോർട്ടിന് വേണ്ടി പറയണു. പുള്ളി നാളെ വന്നിട്ട് 50% കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജനറൽ ആൾക്കാർക്ക് അതിപ്പോൾ ഓൾറെഡി ആ പ്രശ്നമുണ്ട്. അല്ലെങ്കിലും മോസ്റ്റ്ലി ചുമ്മാ പരീക്ഷ എഴുതുന്ന പോലെയായി ഇപ്പോൾ. ആരൊക്കെ പഠിച്ച് എന്തൊക്കെ പരീക്ഷ എഴുതിയാലും അതിലൊരു നല്ല സിസ്റ്റം വരുന്നവരെ. വേറൊരു ഒരു ചോദ്യമാണ്, അതായത് ഇപ്പോൾ CJP ഒരു പാർട്ടി ആവുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഉടനെ ഒന്നും പാർട്ടി ആവുന്നു, പക്ഷേ പാർട്ടി ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഓക്കെ ആണോ? പാർട്ടി ഇതിപ്പോ ആര് ഭരണത്തിൽ എനിക്ക് തോന്നുന്നൊരു അത് ഈ പുള്ളിയെ അഭിജിത്തിനെ ഫ്രണ്ട് നിർത്തിക്കൊണ്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷെ പാർട്ടി ആവുകയാണെങ്കിൽ ഡെമോക്രസി കൊണ്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷേ അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ലീഡർഷിപ്പ് ഇതായിട്ടും ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഫാർ ഞാൻ പുള്ളിയുടെ ഒന്നും ഒരു അടിപൊളിയായിട്ടുള്ള സ്പീച്ചോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, ഈ മൂവ്മെന്റ് പുള്ളിയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പുള്ളിനെക്കാട്ടും കൂടുതൽ മറ്റേ പുള്ളിയാണ് ഇതിന് ഫേസ്. പുള്ളിയുടെ ഇതിലായിരുന്നു ഇത് വന്നിരുന്നത്. ഇത് ജസ്റ്റ് അതിനു വേണ്ടി വന്ന ഒരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. എടുത്തിപ്പോ ഭരണത്തിൽ ഇപ്പൊ എനിക്കൊന്ന് ആര് കയറി ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ CJP കയറിയാൽ ചിലപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുള്ളൂ, പറയാനൊക്കത്തില്ല. 100% ഉറപ്പാണ്. കയ്യിൽ പവർ ഇട്ട് കഴിഞ്ഞാൽ ആരാളും മാറിപ്പോകും, അത് ഉറപ്പുള്ള കാര്യമാണ്. CJP എനിക്ക് തോന്നുന്നത് അങ്ങനെ പവർ വരാനുള്ള ഒരു പാർട്ടിയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ BJPനെ എത്ര ക്രിട്ടിസൈസ് ചെയ്തിട്ട് കോൺഗ്രസിനെ അല്ലെങ്കിൽ വേറെ കോൺഗ്രസും അല്ല അവരുടെ മെയിൻ സംഭവം. അവരുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സൈഡായിട്ടുള്ളൊരു സംഭവം ഇവർ ഒരിക്കലും പവറിൽ വരുത്തില്ല. ഇവരിപ്പോൾ ഒഫീഷ്യലി ഒരു പാർട്ടിയും അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഓർഗനൈസേഷനേ ഉള്ളൂ. അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു പാർട്ടിയല്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആവുന്നു. പുള്ളിക്ക് അതിനുള്ള ലീഡർഷിപ്പ് ഇല്ല, കഴിവില്ല. പുള്ളി പനിയായതുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പുള്ളി ഒരു റിസൈൻ ചെയ്യണമെന്നും പറഞ്ഞ് പിള്ളേർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി പറയണത് എനിക്ക് പനിയാണ്, അത് കാരണം എനിക്ക് വരാൻ പറ്റത്തില്ല അങ്ങോട്ട്, പനി മാറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയാക്കാന്ന് പറഞ്ഞു. അവിടെ പക്ഷേ കോൺഗ്രസ്സാണ് ലീഡ് ചെയ്യുന്നത്, അത് കാരണം പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ പുള്ളി പറയുന്നത് എനിക്ക് പനി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന്. പുള്ളി നൈസായിട്ട് അതുപോലെ നീ പറഞ്ഞ പോലെ പഞ്ചാബിൻ്റെ പേപ്പർ ലീക്കിനെ കുറിച്ച് വെച്ചപ്പോഴും വിഴുങ്ങുമായിരുന്നു. പറയാനില്ല. ഒക്കെ നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട ക്ലിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് ആ ഒരു സംഭവം പറഞ്ഞറിയിക്കുക. നമുക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കുക. ആൻഡ് നമുക്ക് ഓവറോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളാണെങ്കിൽ അത് വെൽക്കം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ ഇതും കൊണ്ട് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ അടുത്ത ആഴ്ചയിൽ വീണ്ടും പുതിയ പോഡ്കാസ്റ്റും പുതിയ ടോപ്പുകളായിട്ട് നിങ്ങൾ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ബൈ.